ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ കേൾക്കുക. ഒന്ന് വെച്ചുകൊടുത്താൽ മതി. ആദർശത്തെ ആദർശം കൊണ്ട് നേരിടണം. ഞാൻ ആയത്തോതി ഞങ്ങൾ ആയത്തോതി ഖണ്ഡിക്കണം, ഹദീസ് ഓതിയാതെ ഹദീസ് ഓതി ഖണ്ഡിക്കണം, ഇമാമിങ്ങളെ കിതാബ് വായിച്ച കിതാബ് വായിച്ച് ഖണ്ഡിക്കണം. ആദർശത്തെ ആദർശം കൊണ്ട് നേരിടണം എന്ന് പറഞ്ഞാൽ ആദർശം ഉള്ളവരെയല്ലേ ആദർശം കൊണ്ട് നേരിടാൻ കഴിയൂ? ചീത്ത പറയുന്ന ആളെ ആദർശം കൊണ്ട് നേരിടുക എന്ന് പറഞ്ഞാൽ ഞാൻ പകരം ചീത്ത പറയും. ഞാൻ ചോദിക്കുന്നു, ചീത്ത പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നേരിടേണ്ടത്? പരിഹസിച്ചാൽ എന്തുകൊണ്ടാണ് നേരിടേണ്ടത്? കാഫറാക്കിയാൽ എന്തുകൊണ്ടാണ് നേരിടേണ്ടത്? അബൂജഹലിന്റെ മധുര പറഞ്ഞാൽ ഞാൻ എന്തുകൊണ്ടാണ് നേരിടേണ്ടത്? ഇനി മൂപ്പര് പറയുന്ന അയാൾ എന്ത് പറഞ്ഞിട്ട് യേശുന്നില്ല, അതൊന്ന് കേട്ടോളൂ നിങ്ങൾ. മൂപ്പർക്ക് മായത്തും ഹദീസൊന്നും ഓതിയിട്ടൊന്നും ശരിയായിട്ടില്ല. ഓതുന്നത് മുഴുവൻ കളവ്, വ്യാഖ്യാനിക്കുന്നതും കളവ്. ഹദീസ് പറഞ്ഞിട്ടും യേശുന്നില്ല, കിതാബ് ഓതിയിട്ടും യേശുന്നില്ല. എനിക്ക് ഒന്നും യേശുന്നില്ല. മൂപ്പർ പറയാണ് മൂപ്പർക്ക് ഒന്നും യേശുന്നില്ല. കാരണം മൂപ്പരെന്നെ പറഞ്ഞു ആയത്തോന്നൊക്കെ കളവ്, ഉലായിക്കൽ അൻആമി ബൽഹും അളല്ലു നോതുക. എന്നിട്ട് മുസ്ലിംമാരൊക്കെ മൃഗങ്ങളെക്കാൾ അതുപ്പതിച്ചവരാണെന്ന് പറയാം. ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും എനിക്ക് യേശുന്നില്ല. മൂപ്പർ വിചാരിച്ച് ഇങ്ങനെ കുറച്ച് ചീത്ത പറഞ്ഞാൽ, ആയത്തോതിയിട്ട് ചീത്ത പറഞ്ഞാൽ ഞാൻ നിർത്തുന്ന മൂപ്പർ വിചാരിച്ച് യേശുന്നില്ല എന്നുള്ളതാണ് മൂപ്പരെ സങ്കടം. യേശുന്നില്ല. ഞാൻ പിന്നെയും കയറിയിട്ട് പ്രസംഗിക്കുന്നു, പിന്നെയും ആയത്തോതുന്നു, പിന്നെയും മറുപടി പറയുന്നു, യേശുന്നില്ല. അത് അദ്ദേഹത്തിന്റെ ഒരു സങ്കടം. അയാൾ പറയാണ് യേശുന്നില്ല എന്നുള്ളത്. ഇനിയും നിങ്ങൾ കേട്ടോളൂ, അദ്ദേഹത്തിന്റെ ആദർശം കേട്ടോളൂ. കഴുതക്ക് അമേദ്യം കണ്ടാലുണ്ട് ഇത്ര ഒരു എലി, ആ എലിയാ മൂപ്പര് വിളിച്ചേ. ആദർശം കണ്ടില്ലേ? ആദർശത്തെ ആദർശം കൊണ്ട് നേരിടണം. അയാൾ ആയത്തോതിയാൽ ആയത്ത് കൊണ്ട് മറുപടി ഇടണം. ആയത്തങ്ങളിപ്പോ കേട്ട് ഒരായത്താ ഇപ്പൊ കേട്ടത്. ഇനി അടുത്തത് വെച്ചുകൊടുത്ത മോനെ, നാണമില്ലേ, ലജ്ജയില്ല. അതെ, മൂപ്പർ ഇങ്ങനൊക്കെ പറയുന്നത് ലജ്ജല്ലേ? മനസ്സിലായില്ലേ? ഇനിയും കേട്ടു. ഇനിയും വെച്ചു കൊടുക്കുവാനെ ആദർശം പറയട്ടെ. ഈ പെരിങ്കള വഞ്ചകൻ, ഈ പെരിങ്കള വഞ്ചകൻ. ആദർശം. ഇനി അടുത്ത ആദർശം വരട്ടെ. ഉടുപ്പ് എന്ന് പറയുന്ന മൂന്നക്ഷരം ഞാൻ പറഞ്ഞതല്ല, റഹ്മത്തുള്ളാഹിന്റെ അറിയേ. ഉടുപ്പ് ഉടുപ്പ് അറിയേ. അപ്പൊ നിങ്ങൾ കേട്ടോ, മൂപ്പരെ വേറൊരു ആദർശമാണത്. പക്ഷെ അവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മൂപ്പരെ ഞാൻ പറഞ്ഞതല്ല, അങ്ങനെ ഒയ്യാൻ വിടൂല. ആ പറയപ്പെട്ട ആള് നിങ്ങളത് കേട്ട് പഠിച്ചതാ. നിങ്ങളാണ് ആദ്യം അത് പറഞ്ഞത് നാദാപുരത്തുനിന്ന്. നിങ്ങൾ കേട്ട് പഠിച്ചതാണ് അയാൾ. പിന്നെ അയാളെന്ന് ചോദിച്ചാൽ 3 അക്ഷരം വേറെ ആക്കിയുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അയാൾ നിങ്ങൾ കേട്ട് പഠിച്ചതാണ്. അത് ആദ്യം നിങ്ങളാ പറഞ്ഞു കൊടുപ്പ്. അന്ന് വെച്ചു കൊടുത്തവനെ അയാൾ ആദ്യം പറഞ്ഞു. പേരോട് എന്തൊക്കെ വിചാരിച്ചിട്ട് എവിടെയൊക്കെ നനഞ്ഞിട്ടുണ്ടാവും. ഉളുപ്പുണ്ടോ ആർക്ക്? അതെ. അപ്പൊ ഇത് കേട്ട് പഠിച്ചാ മറ്റേയാള്. അപ്പോ എന്നിട്ട് പിന്നെ അയാളെ തലയിൽ വെക്കണ്ട, അയാളെ പഠിപ്പിച്ച നിങ്ങളാ. ഇനി എന്താണെന്നറിയോ, മൂപ്പര ആദർശങ്ങൾ അങ്ങളിപ്പോ കേട്ടോക്കെ. ആദർശത്തെ ആദർശം കൊണ്ട് നേരിടണം എന്ന് അയാൾ പറയുന്നു. നാദാവർക്ക് വന്നിട്ട് ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞ് മുസ്ലിയാക്കന്മാരെ പറഞ്ഞതും പിന്നീടുള്ള പ്രസംഗത്തിൽ പറഞ്ഞതും ഒക്കെയാണ് നിങ്ങൾ കേൾക്കുന്നത്. ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടല്ല, ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ അയാൾ പറഞ്ഞ പലതും ഞാനിപ്പോ ഇത് കേൾപ്പിച്ചു. രണ്ടാമത്തതിൽ അദ്ദേഹം പറഞ്ഞതും കേൾപ്പിച്ചു. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇയാളെ മറ്റൊരു ആദർശം എന്താണ്? പരിഹാസം. അത് നമ്മളൊന്ന് കാണിക്കാം, നിങ്ങളൊന്ന് കണ്ടോളി. ജിന്നളകണ പോലെ മൂപ്പര ആദർശം പരിഹാസം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കടുത്ത പരിഹാസം. ഈ പാവപ്പെട്ട ഞാന് സിറാജുൽ ഹുദയിലേക്ക് വരുന്ന നേർച്ച സംഖ്യകൾ, അതും എവിടെ സംഘാടകർക്ക് അവരുടെ സംഘടിപ്പിച്ച പരിപാടിക്ക് കലക്ഷൻ എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ സിറാജുൽ ഹുദയിലേക്ക് വന്ന നേർച്ച ക്യാഷ് എന്റെ കീശയിലിടാൻ വേണ്ടി പറഞ്ഞ് കാണിക്കുന്നത് നാദാപുരത്ത് കൊണ്ടുവന്നിട്ട് ഇദ്ദേഹം വലിയൊരു നിധി കിട്ടിയതുപോലെ കട്ട് ചെയ്ത് വെക്കുകയാണ്. എന്തിന്? ഞാനിങ്ങനെ കീശയിൽ പൈസ ഇടാൻ വേണ്ടി പറഞ്ഞ് പൈസ ഉണ്ടാക്കുന്ന ആളാണ് എന്ന് വരുത്തി തീർക്കാൻ. പരിഹാസം. ആ പരിഹാസം നിങ്ങളൊന്ന് കണ്ടോളൂ, ഒന്ന് കേട്ടോളൂ. അദ്ദേഹം പരിഹസിച്ചപ്പോ ജനങ്ങളൊക്കെ എഴുന്നേറ്റ് പോകുമ്പോ അദ്ദേഹം വിഷമം പറയുന്നതും ഒക്കെ ഒന്ന് കേട്ടോളൂ. ഈ മുസ്ലിയാക്കന്മാര് ഇങ്ങനെയൊക്കെ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് എന്തിനാണെന്നോ? നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടാൻ അത് കുറഞ്ഞു പോകുമോ എന്ന് ഭയപ്പെട്ടിട്ട് ഇവരുടെ കള്ളത്തരം നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒരവസാനത്തെ CD കൂടി നിങ്ങളെ പ്രദർശിപ്പിക്കുകയാണ്. എന്താ അതിലുള്ളതെന്നോ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇയാൾ പ്രസംഗിക്കുകയാണ്, ഒരു സ്ഥലത്ത് പോയിട്ട് നമുക്ക് ദുന്യാവിനോട് മോഹം ഉണ്ടാവരുത്, പൈസ വാങ്ങരുത്, നമ്മളെ കൈ ഒരാളെ കൊണ്ട് മുത്തിക്കരുത് എന്നൊക്കെ ഒരു നാവ് കൊണ്ട് പറയുകയും, പിന്നെ അയാൾ എന്ന് വേറെ സ്ഥലത്ത് പോയിട്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് എന്നിട്ട് പൈസ ഇങ്ങനെ വാങ്ങുക, കൈ ഇങ്ങനെ മുത്തിക്കുക, പോക്കറ്റിൽ കൂടാ, അന്യം കാണിക്കുക.
ഉണ്ടോ നിങ്ങൾ? അതാണ് നിന്നു പോകുന്നവർക്ക് അറിയാം. അതുകൊണ്ടാണ് ഈ ഭയപ്പാടൊക്കെ. അതും കൂടി ഒന്നാണ് കാണിച്ചേക്ക് പേരോടിന്റെ ആ കാപ്പട്യം മനസ്സിലാവാൻ. നീ പണത്തിന് വില കൽപ്പിക്കല്ല, അധികാരത്തിന് വില കൽപ്പിക്കല്ല, നിന്നെ കൈപിടിച്ച് മറ്റുള്ളവർ ചുംബിക്കണമെന്ന് ചിന്തിക്കല്ല, ജനങ്ങൾ നിന്നെ ബഹുമാനിക്കണമെന്ന് ആലോചിക്കല്ല. നീ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്മയോടെ ജീവിച്ചോ. കാശ് വാങ്ങണ രംഗാണിപ്പത്. അപ്പൊ കണ്ടില്ലേ, ഒക്കെ കാണുന്നില്ലേ? മുത്തനുണ്ട്, മറ്റിടത്തൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ഇതൊക്കെയാണ് നിന്നു പോകും മുസ്ലിയാക്കന്മാർ വയല് കേട്ടാൽ എന്ന പേടി കൊണ്ടാണ് ഇവിടെ വയല് കേൾക്കാൻ വന്ന മുസ്ലിയാക്കന്മാർ ഇയാൾ അര മുസ്ലിയാർ എന്ന് പറഞ്ഞ് പരിഹസിച്ചത്. അതുകൊണ്ട് എന്റെ ബഹുമാനപ്പെട്ട എന്റെ നാദാപുരത്തുള്ള പണ്ഡിതന്മാരോട്, സുഹൃത്തുക്കളോട്, മുസ്ലിയാക്കന്മാരോട്, ഈ നാട്ടിലെ ഉമ്മതങ്ങന്മാരോട് എല്ലാവരോടും ഞങ്ങൾ പറയുന്നു, ഇത് ആഖിറത്തിന് വേണ്ടിയാണ് പറയുന്നത്. നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിനെ പഠിക്കണം. കുറച്ചു നേരം കൂടി ഇരിക്കണം സുഹൃത്തുക്കൾ, ഞാൻ അപ്പം അവസാനിപ്പിക്കും. നിങ്ങൾ സദസ്സിൽ എഴുന്നേൽക്കരുത്, അവിടെ തന്നെ ഇരിക്കും. നിങ്ങൾ 2 മിനിറ്റ്. മൂപ്പര വയലങ്ങിട്ട് കേട്ടപ്പോ ആളുകളങ്ങ് എണീക്കാൻ തുടങ്ങിയില്ലേ? കാരണം മൂപ്പര വയൽ ഈ പരിഹാസം വെച്ചിട്ടുള്ള വയലങ്ങ് കേട്ടപ്പോ മനുഷ്യന്മാർ എണീക്കാൻ തുടങ്ങിയില്ലേ? മൂപ്പര കുറച്ചുകൂടി നിങ്ങൾ ഇരുന്നേരും, മൂപ്പര സങ്കടം കുറച്ചുകൂടി ഇരുന്നേരും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇദ്ദേഹത്തിന് ഇങ്ങനെ പരിഹസിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നത്. സിറാജുൽ ഹുദയിലേക്ക് വരുന്ന നേർച്ചക്കാശുകൾ ഞാൻ കീശയിലിടാൻ പറഞ്ഞത്, എന്റെ പോക്കറ്റിലേക്ക് പൈസ ഇടാൻ പറഞ്ഞു എന്ന് പരിഹസിച്ചില്ല ഇദ്ദേഹം. സംഘാടകർക്ക് പിരിവെടുത്ത് കൊടുക്കുമ്പോ സലാത്തി ഒല്ലി എന്നുള്ളതല്ലേ അയാൾ വലിയ കുറ്റം കണ്ടത്. അപ്പൊ സലാത്തി അല്ലല്ലേ ഹറാമാ? ആ സമയത്ത് സലാത്തിയിലെ 2 പ്രതിഫലല്ലേ? ഒന്ന് നല്ല കാര്യത്തിന് വേണ്ടി കളക്ഷൻ എടുത്തു കൊടുത്ത പ്രതിഫലം, മറ്റൊന്ന് സലാത്തി ചൊല്ലിയ പ്രതിഫലം. കുറെ ആളുകൾ സലാത്ത് ചൊല്ലിയ പ്രതിഫലം, സദഖയും സലാത്തും മുൻനിർത്തി ദ്വാരക്കാനാണത്. പക്ഷേ അതിന് അദ്ദേഹം പരിഹസിക്കല്ല ചെയ്തത്. പിന്നെ ഞാൻ എന്റെ പ്രസംഗത്തിൽ ദുന്യാവിനോട് മോഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഉറപ്പന്നല്ലേ? ദുന്യാവിനോട് മോഹം ഇല്ലാത്തതുകൊണ്ടല്ലേ ആൾക്കാർ സർക്കാർ ചെയ്യുന്നത്. മോഹന്റെ പിന്നെ സർക്കാർ ചെയ്യോ? അതുപോലെ തന്നെ നമ്മളെ ആളുകൾ ബഹുമാനിക്കണം, ചിന്തിക്കരുത് എന്ന് പറഞ്ഞു. ബഹുമാനിക്കണം, ചിന്തിക്കാൻ പാടില്ലല്ലോ. ബഹുമാനിക്കണം, ചിന്തിക്കാൻ പാടില്ല. ഒരാൾ ബഹുമാനിക്കാൻ പാടില്ല എന്നല്ല, ഒരാൾ ബഹുമാനിക്കുന്നവർ ബഹുമാനിച്ചു കൊള്ളട്ടെ, അവർക്ക് ബഹുമാനം തോന്നുന്നേ ബഹുമാനിച്ചു കൊള്ളട്ടെ. നമ്മളങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ എനിക്ക് ബഹുമാനമുണ്ടെന്ന് ഞാൻ പറഞ്ഞോ? അല്ലെ എല്ലാരും കൊണ്ട് ഞാൻ കൈപിടിച്ച് മുത്തിച്ചു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഞാൻ മുത്തിച്ചോ? അപ്പോ വാസ്തവത്തിൽ ഇയാള് എന്നെ പരിഹസിക്കുകയാണ്, എന്റെ ചിത്രം വെച്ച് പരിഹസിക്കുകയാണ്. ഇയാളാ പറഞ്ഞ ആദർശം കൊണ്ട് നേരിടണോ? ഇതാണോ ആദർശം? ഇങ്ങനെ പരിഹസിക്കലാണോ ആദർശം? ഖുർആനിന് ഖുർആൻ കൊണ്ട് മറുപടി പറയണം, ഹദീസിന് ഹദീസ് കൊണ്ട് മറുപടി പറയണം. അയാൾ എന്നെ ഉപദേശിക്കുന്നു. പക്ഷെ ഇയാൾ ചെയ്ത പണി എന്താണ്? ഇയാൾ പരിഹാസല്ലേ ഇയാളെ വേല. മൂപ്പര് എന്നെ മാത്രമല്ല, മൂപ്പരുടെ ബാപ്പനെ അടക്കം പരിഹസിച്ചു. എന്റെ പിതാവ് യാസീൻ ഓതാൻ പോയിട്ടുണ്ട്, മൗലിദ് ചൊല്ലിയിട്ടുണ്ട്, ഞാനും കൂടെ പോയിട്ടുണ്ട്. അല്ലാന്ന് ഞാൻ പറയുന്ന നിങ്ങൾ വിചാരിച്ചത് പോയിട്ടുണ്ട്. അയാളെ ബാപ്പ യാസീൻ ഓതിയിട്ട് പൈസ വാങ്ങി. ആ പൈസ വാങ്ങുന്നതിന് അയാൾ തന്നെ കീശയിലേക്ക് ഇങ്ങനെ കൈകൊണ്ട് ചൂണ്ടിയിട്ട് മുസ്ലിംമാരെ കീശയിൽ പൈസ ഇട്ടണം യാസീൻ ഓതിയിട്ട് എന്ന് പറഞ്ഞിട്ട് നാദാപുരത്ത് പരിഹസിച്ചില്ലേ? സ്വന്തം പിതാവിനെ അടക്കം പരിഹസിച്ചില്ലേ? എല്ലാ പണ്ഡിതന്മാരെയും പരിഹസിച്ചില്ലേ? അതൊന്ന് വെച്ചു കൊടുക്കുമോനെ. മോലിയന്മാർക്ക് കാര്യം കിട്ടുന്നതൊക്കെ ആചാരം. അപ്പോ എന്താണ്? മറ്റൊരു പാടില്ലേ, മറ്റൊരു പാടില്ലേ, പിന്നെന്താ വേണ്ടേ? അസീനത്ത് വേണേ, നമ്മളെ പോക്കറ്റ്, മറ്റേത് വേണേ നമ്മളെ പോക്കറ്റ്. മുസ്ലിയാക്കന്മാർക്ക് കാര്യം കിട്ടുന്നതൊക്കെ ആചാരം, കച്ചവടക്കാർക്ക് കാര്യം കിട്ടുന്നതൊക്കെ അനാചാരം. എല്ലാവരെയും സ്വന്തം പിതാവിനെ അടക്കം പരിഹസിക്കല് ഒരാളെ വേല. ഇനി അടുത്ത എന്താണ്? ഭീഷണി, ഭയങ്കര ഭീഷണി. അതൊന്ന് കേട്ടോട്ടെ. അങ്ങോട്ട് വാ, ലിഫ്റ്റിന്റെ കുടുക്കിടും എന്നെ, എന്നിട്ട് വിളിക്ക്. അതാണ് മൂപ്പര് ആദർശം. ഇതിന് ഞാൻ എന്താ മറുപടി പറയണ്ടേ? ഖുർആൻ കൊണ്ട് മറുപടി പറയണം. ഖുർആൻ കൊണ്ട് ലിഫ്റ്റ് എന്ന് ഖുർആനിൽ കാണിച്ചു കൊടുക്കണം. പിന്നെ കുടുക്കൂലാന്നും ഖുർആനിൽ കാണിച്ചു കൊടുക്കണം. മറുപടി പറയണ്ടേ? ഖുർആൻ കൊണ്ട് മറുപടി. മൂപ്പര് ആദർശങ്ങളാണല്ലോ. ഇനി കേട്ടോളെ, വേറെ മൂപ്പര് ഒരു ഭീഷണി അടുത്ത് നോക്ക്. എന്റെ ചിത്രം കാണിക്കൂ, എന്നെ തന്നെ ഞാൻ കാണിക്കും. പിന്നെ ഇയാൾ ചിത്രം കാണിച്ചിട്ട് ബേജാറാന്ന് ഞാൻ അതൊന്ന് കാണിച്ചു കൊടുത്താ, അതൊന്ന് കേൾപ്പിച്ചു കൊടുത്താ. അതെ, ചിത്രസഹിതം കാണിക്കുന്നു. എന്തിന്? നാദാവത്തെ ഞാൻ തന്നെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നില്ലേ? എന്ത് ചിത്ര കാണിക്കുന്നത്? മൂപ്പര് ഭീഷണിപ്പെടുത്തുകയാണ്, ചിത്രസഹിതം കാണിക്കുന്നു. എന്നാ അതിന്റെ രസം അതല്ല. ഈ ചിത്രം, എന്റെ ചിത്രം കാണിക്കൂന്ന് ഒരു സ്ഥലത്ത് നിന്ന് പറഞ്ഞല്ലോ. ആ സ്ഥലത്തിന്റെ ചിത്രം ഞാൻ സമ്മതം ചോദിക്കാതെ കാണിച്ചത് തെറ്റായി പോയി. ആ സ്ഥലത്ത് നിന്ന് എന്റെ ചിത്രം എടുത്ത് കാണിക്കുമ്പോ എന്നോട് ചോദിച്ചിരുന്നോ? എന്റെ ചിത്രം കാണിക്കുമ്പോ
എന്റെ ചിത്രം കാണിക്കുന്നത് ഭീഷണിപ്പെടുത്തൽ മാത്രമല്ലല്ലോ, കാണിക്കുകയും ചെയ്തില്ലേ? ഞാൻ പൈസ വാങ്ങുന്ന പരിഹസിച്ച് കാണിച്ചില്ലേ? എന്നെ കാണിച്ച സ്ഥലത്തിന്റെ ചിത്രമല്ലേ ഞാൻ കാണിച്ചത്? അത് ഞാൻ ചോദിച്ചില്ല എന്നല്ലേ വലിയ പരാതി പറഞ്ഞത്? ഇനി മൂപ്പർക്കുള്ള വേല എന്താ? മിമിക്രി. കാര്യമായ മൂപ്പരുടെ ഒരു വേല മിമിക്രി, അഭിനയങ്ങൾ. അതൊന്ന് വെച്ചു കൊടുത്താൽ മോനെ ഒരു കിഴവി പെണ്ണായിട്ട് അഭിനയിക്കുന്നത് കാണിച്ചു കൊടുത്താ. മദ്രസ കാണുന്നോക്കെ. പിന്നെ മൂപ്പര് ഒരു വായനുണ്ട്. മൂപ്പർക്ക് അറബി അറിയാത്തതുകൊണ്ട് അങ്ങനെ വായിച്ചതാണ്. ആ അഭിനയം ഒന്ന് വരട്ടെ. അതെ അത് നമ്മളെ പറ്റി പറഞ്ഞത് നമ്മൾ വാജ്പേയിന്റെ മൗലൂദ് ഓതി പോലും. വാജ്പേയിനെ പറ്റി വന്ന് റിപ്പോർട്ട് വായിച്ചതാണ്. അത് മൗലൂദാണ് എന്ന് വ്യക്തി തീർത്തു. പക്ഷെ മൂപ്പർക്ക് അറബി വായിക്കാൻ അറിഞ്ഞൂടാ, വായിക്കാൻ തെറ്റു. അത് മൂപ്പർ എന്ത് ചെയ്തു? മനസ്സിലാത്ത രൂപത്തിൽ വായിച്ചതാ. അതാ സംഭവം. ഇനി ജമാഅത്ത് ഇസ്ലാമിനെ പരിഹസിച്ചിട്ട് സോൾഡാൽസിനെ പരിഹസിച്ചിട്ട് മൂപ്പർ അഭിനയം ഒന്ന് വരട്ടെ. ഈ വേലയൊക്കെ നടത്തിയിട്ട് മൂപ്പര് പറയുന്നത് യേശുന്നില്ല. അതാണ് വിഷയം. ഇതൊന്നും നടത്തിയിട്ട് എത്ര ആയത്ത് കളവ് പറഞ്ഞിട്ടും എന്ത് ചെയ്തിട്ടും യേശുന്നില്ല. അപ്പൊ പിന്നെ മൂപ്പരെന്ത് ചെയ്തു എന്നറിയോ? സ്വന്തത്തിൽ മൂപ്പര് എന്ത് കൊണ്ടുവന്നിട്ട് ഏശാണ്ടായപ്പോ കള്ളസാക്ഷികളെ ഹാജരാക്കാൻ തുടങ്ങി. ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി കള്ളസാക്ഷികളെ ഹാജരാക്കുക. അങ്ങനെ ഏറ്റവും വലിയ തെറ്റാണല്ലോ ഈ കള്ളസാക്ഷി പറയൽ. ഈ